ഒരു രാജ്യം കരഞ്ഞപ്പോൾ അവനും കരഞ്ഞു. ഒരു രാജ്യം സ്വപ്നം കണ്ടപ്പോൾ അവനും അതേ സ്വപ്നം കണ്ടു. അതെ, പറഞ്ഞു വരുന്നത് വേറെ ആരെയും പറ്റിയല്ല, ബ്രസീലിൻ്റെ ഒരേയൊരു സുൽത്താൻ നെയ്മർ ജൂനിയർ. ഗോളുകൾ ആയിക്കോട്ടെ, ട്രോഫികളായിക്കോട്ടെ, റെക്കോർഡുകളായിക്കോട്ടെ, അവയെല്ലാം കടന്നു പോകുന്ന ഒരു കഥയാണ് നെയ്മറിൻ്റേത്. മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസങ്ങളിലൊപ്പം ഈ യുഗത്തിൽ പേര് ചേർക്കപ്പെട്ട ഒരു കളിക്കാരൻ നെയ്മർ ജൂനിയർ. ചെറുപ്പത്തിൽ തന്നെ ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു കളിക്കാരൻ, അനായാസ ഡ്രിബിളുകൾ കൊണ്ട് ആളുകളെ എഴുന്നേറ്റ് നിന്ന് കൈയടിപ്പിച്ച കളിക്കാരൻ. എന്നാൽ അദ്ദേഹത്തിന്റെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. പരിക്കുകൾ, വിമർശനങ്ങൾ, ലോകകപ്പ് നിരാശകൾ എല്ലാം സഹിച്ചു. എന്നിട്ടും ഓരോ തവണയും അദ്ദേഹം തിരിച്ചു വന്നു. കാരണം ഇത് ഫുട്ബോൾ മാത്രമല്ല, ഇത് ബ്രസീലിന്റെ സ്വപ്നം കൂടിയാണ്. 2026 വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്ന ആശങ്കയിലായിരുന്നു പല ആരാധകരും. എന്നാൽ ഒടുവിൽ കാർലോ ആൻസലോട്ടി 2026 വേൾഡ് കപ്പ് ബ്രസീലിന്റെ സ്ക്വാഡ് അനൗൺസ് ചെയ്യുമ്പോൾ നെയ്മർ ജൂനിയറിന്റെ പേര് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആരാധകരുടെ ആ ഒരു ആഘോഷം, അത് മതി ബ്രസീലിന്റെ സുൽത്താനെ ബ്രസീൽ ഫുട്ബോൾ ടീമിന് എന്തോരം ആവശ്യമായിരുന്നു എന്നറിയാൻ. 2026 ഒരു പക്ഷേ അവസാന ലോകകപ്പ് ആയിരിക്കാം. അവസാന മത്സരം, അവസാന യുദ്ധം, അവസാന നൃത്തം. സുൽത്താൻ ഒടുവിൽ കിരീടം അണിയുമോ, അല്ലെങ്കിൽ വീണ്ടും ഒരു